നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിലിൻ്റെ അനാലിസിസ് ചെയ്യും. ക്രൂഡ് ഓയിൽ നമ്മുടെ ഒരു റെഗുലർ വ്യൂവറാണ് ശ്രീഹരി പുള്ളി ചോദിച്ചായിരുന്നു, അവർ കമൻറ്റ് ചെയ്തായിരുന്നു. സോ അതിൻ്റെ ലെവൽ കൂടി ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്തു. ഓക്കെ, സോ നമ്മുടെ ഈ ലെവൽസിലേക്ക് കിടക്കാം. ലെവൽസ് കിടക്കുന്ന മുന്നേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസാണ്. സോ ചാർട്ടിലേക്ക് കിടക്കാം. ചാർട്ട് നിഫ്റ്റിയിൽ ഞാൻ ഇതാണ് ഇന്നലെ ഷെയർ ചെയ്തായിരുന്നു, റൈറ്റ്. നമ്മുടെ ഈ ഒരു വേവിൻ്റെ ഈ ഒരു ചാനൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. കറക്റ്റ് ഇന്നലെ ഞാൻ എന്താ പറഞ്ഞായിരുന്നു, ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ആയില്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇതായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ദറ്റ് മീൻസ് പ്രൈസ് മുകളിലേക്ക് പോകും. എക്സാക്ട്ലി പ്രൈസ് മുകളിലേക്ക് പോയി കണ്ടോ, എക്സാക്ട്ലി പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ബ്രേക്ക് ഔട്ട് തന്നേക്കാനാണ്. പിന്നെ ബ്രേക്ക് ഔട്ട് തന്നെങ്ങനെ ഏതാ നമ്മുടെ ഈ ഒരു രണ്ട് റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് ഉണ്ടായിരുന്നു ഏത് 23,940. അവിടെ കൺസോളിഡേഷൻ കണ്ടോ, കൺസോളിഡേഷൻ ആൻഡ് ഈ ഒരു ഇതിൻ്റെ റീടെസ്റ്റ് കൂടിയാണ് കണ്ടോ, ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു പാറ്റേൺ ചാനൽ പാറ്റേണിൻ്റെ ഇത് കണ്ടോ ഇവിടെ. ഇതിൻ്റെ റീടെസ്റ്റ് ആൻഡ് ദെൻ വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയി. ശരിക്കും നമ്മുടെ അനാലിസിസ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഏത് വീഡിയോ ഞാൻ ലാസ്റ്റ് ഡേ ഇന്നലെ ഐ തിങ്ക് ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു, നമ്മുടെ എലിയറ്റ് വേവിൻ്റെ വീഡിയോ. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. നല്ലൊരു വീഡിയോ ആണ്. മൂവ്സ് അതിനകത്ത് ഇൻട്രാഡേ പർപ്പസ് ഓർ ഓവറോൾ ഏത് മൂവ് എങ്ങനെ മൂവ്സ് ഉണ്ടാവാറുണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ആ ഒരു ബേസിൽ ഞാനിപ്പോൾ പറയുന്നത് ഇവിടുന്ന് ബോട്ടം എടുത്തു 1 2 ഇത് 3 മൂവാണ് ഓവറോൾ. ഈ 3 മൂവ്, തേർഡ് മൂവ്, ഇത് ഓവറോൾ ഫുൾ തേർഡ് മൂവാണ്. ഇതിന് ഫോർത്ത് മൂവ് താഴേക്ക് വരാനുണ്ട് ആൻഡ് ദെൻ പിന്നെയാണ് ഫിഫ്ത്ത് മുകളിലേക്ക് വീണ്ടും പോവുകയുള്ളൂ. സോ ഇത് 3 ഉള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫോൾ വരാനായിരുന്നു, ബട്ട് ഇത് എക്സ്റ്റൻഷനിലേക്ക് പോയി. ഇതിൻ്റെ ഈ ഒരു ചാനലിൻ്റെ ഈ തേർഡ് വേവിൻ്റെ ചാനലിൻ്റെ പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ടായി, റൈറ്റ്. ബ്രേക്ക് ഔട്ട് ആയിട്ട് റീടെസ്റ്റ് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോയി, എക്സ്റ്റൻഷനിലേക്ക് പോയി. അപ്കമിങ് വീഡിയോസിൽ ആയിരിക്കും നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യണത് കറക്റ്റ്. ബട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുന്നിട്ടാണ് ഞാൻ പറയത്തുള്ളൂ ഓരോ കാര്യങ്ങൾ. ഇത് കണ്ടോ, ഈ തേർഡ് വേവ് ഇങ്ങനെ എക്സ്റ്റൻഷനിലേക്ക് പോയാൽ അത് മിനിമം ഈ വേവ് ഉണ്ടല്ലോ, മിനിമം 127 വരെ പോകും. ഇത് കണ്ടോ 127% മിനിമം. 23,850 ആണ്. ആൻഡ് മാക്സിമം ഇത് എവിടെ വരെയൊക്കെ പോകാറുണ്ട്, 268% ആൻഡ് ഇവിടെ 368.80%. ഈ ഒരു സിംഗിൾ വേവ് തേർഡ് ഇത് എക്സ്റ്റൻഷനാണ്. എക്സ്റ്റൻഷൻ മീൻസ് തേർഡ് വേവ് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ്, ന്യൂസ് ബേസ്ഡ് ആയിരിക്കും. ന്യൂസ് ബേസ്ഡ് എന്തെങ്കിലും ന്യൂസ് ഉണ്ടാവും, അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. എല്ലാ തേർഡ് വേവ് എന്ന് പറഞ്ഞാൽ ന്യൂസ് ബേസ്ഡ് ആയിരിക്കും. അതാണ് അത്ര ഹ്യൂജ് എക്സ്റ്റൻഷനിലേക്ക് പോകും. നമ്മുടെ കയ്യിലല്ല ഈ ന്യൂസ് ഉണ്ടാവുന്നത്, ഓപ്പറേറ്റേഴ്സിൻ്റെ കയ്യിൽ, ബിഗ് ഫണ്ട്സ്, ബിഗ് മണിയുടെ കയ്യിലാണ് ഈ ന്യൂസ് ഉണ്ടാവാറുള്ളത്. അതാണ് തേർഡ് വേവ് എന്ന് പറയുന്നത്. തേർഡ് വേവ് എക്സ്റ്റൻഷൻ വേവ് ആയിരിക്കുള്ളൂ. ഇൻ ഷോർട്ട് നമുക്കിപ്പോൾ പറയാനുള്ളത് ഇത് നമ്മുടെ ഷോർട്ട് കവറിങ് ഷോർട്ട് കവറിങ് ഏരിയയാണെന്ന് പറയാം. സോ ഓവറോൾ ഇതായിരുന്നു സ്ട്രക്ചർ. ഇനി ഇതിൻ്റെ തേർഡ് വേവിൻ്റെ തേർഡ് വേവ് ഓൾമോസ്റ്റ് കയ്യാറായി എന്ന് പറയാം. ബട്ട് നമുക്ക് കൺഫർമേഷൻ എപ്പോഴാണ് കിട്ടുക, ഇതിൻ്റെ ഒരു ചാനൽ, ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോഴത്തേക്ക്, ബ്രേക്ക് ഡൗൺ കിട്ടുമ്പോഴത്തേക്ക്. സോ നമ്മളിപ്പോൾ കൗണ്ട് ചെയ്യുന്നത് 1 2 and 3 മുകളിലേക്ക് പോയി. ഇനി ഫോർത്ത് എവിടെ വരെ വരും എന്നാണ് നോക്കണം. ഇതിന് വീണ്ടും ഫിഫ്ത്ത് മുകളിലേക്ക് ബൈങ് വരും. ഇപ്പോൾ ഇത് തേർഡ് ഇവിടെ വരെ പോയിട്ടുണ്ട്. ഇനി ഫോർത്ത് ഇവിടെ വരെ വരും, എവിടെ വരെ വരുമോ അതാണ് നമ്മൾ നോക്കേണ്ടതാണ്. ആൻഡ് ദെൻ വീണ്ടും ഫിഫ്ത്ത് ബൈങ് വരും, ആൻഡ് മുകളിലേക്ക് വീണ്ടും പോകും. സോ ഇനി പോസിബിലിറ്റി ഉണ്ട് പ്രൈസ് ഫസ്റ്റ് നാളെ ഗ്യാപ്പ് അപ്പ് ആണോ എങ്ങനെ അത് നോക്കേണ്ടതാണ് നമുക്ക്. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പ്രൈസ് വീണ്ടും താഴേക്ക് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ദെൻ അഗെയിൻ ഒരു ബൈ ഉണ്ടാകും. യൂഷ്വലി നോർമൽ കേസിൽ നമ്മൾ ഈ ഒരു ഫോൾ വന്നെങ്ങനെയാണ്, ഇതൊരു അറൗണ്ട് 130 to 150 പോയിൻറ്റ്സിൻ്റെ ഫോൾ. ആ ഫോൾ തന്നെയാണ് ഓൺ ടോപ്പ് വരണം ഇൻ ഫോർത്ത് വേവ്. ഇതൊക്കെ പിന്നെ ഉള്ള അതിനനുസരിച്ച് ലോങ് ആയി പോകും, ഭയങ്കര വീഡിയോ ലോങ് ആയി പോകും. ബട്ട് ഇത് നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യുക, ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് ഇന്നലത്തെ വീഡിയോ, ലേണിംഗ് വീഡിയോ ഫുള്ള് കാണണം. എലിയറ്റ് വേവിൻ്റെ വീഡിയോ, എലിയറ്റ് വേവ് മൂവ്സ്, കറക്ഷൻസ് 1 2 3 4 5 അത് ഫുള്ള് കാണണം. ഫുൾ ഡെയിലി ഡെയിലി പാറ്റേൺസിൽ ഇതുണ്ടാവും. ഡെയിലി ഇതില്ലാണ്ട് മൂവ് മാർക്കറ്റ് ഇതല്ലാണ്ട് ഏത് ചാർട്ടായാലും മൂവ് ചെയ്യത്തില്ല. മീൻസ് ഇതിന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും മാർക്കറ്റ് മോസ്റ്റ്ലി. പിന്നെ അതിൻ്റെ കുറേ ചേഞ്ചസ് ഉണ്ടാവും. മീൻസ് സംടൈംസ് മാർക്കറ്റ് സ്ട്രക്ചർ നമ്മുടെ സൈഡ് വേസ് ആവും. സൈഡ് വേസ് ആകുമ്പോഴത്തേക്ക് ഇത്ര മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവില്ല.
കുറച്ച് ഇത്തിരി വരെ മുകളിൽ പോയിട്ട് വീണ്ടും താഴേക്ക് ഫോൾ വരും. സോ സൈഡ് വേസ് ആകുമ്പോഴത്തേക്ക് അത് മിനിമം എത്ര വരെ പോകും, അത് ചാർട്ട് പാറ്റേൺ എങ്ങനെ മാറും, അതൊക്കെ എല്ലാം അപ്കമിങ് വീഡിയോസ് നിങ്ങളുടെ കൂടെ ഞാനത് ഷെയർ ചെയ്യും. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു സോണായിരുന്നു നല്ലൊരു സെല്ലിംഗ് സോൺ. ഇത് ഗ്യാപ്പ് ഫിൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. എന്തായാലും അവിടെ നിന്ന് ഒരു ഫോളിങ് എക്സ്പെക്ട് ചെയ്യുന്നു, ബട്ട് ക്ലോസിങ് അതിൻ്റെ അബവാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ലെവൽ നമുക്കിപ്പോൾ ഇനി ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, കാരണം ക്ലോസിങ് ഇതിൻ്റെ അബവാണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫിൽ ആയിട്ടുണ്ട്, ബട്ട് റീട്രേസ്മെൻറ്റ് എപ്പോൾ വരും അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഇനി ഈ ലെവൽസ് ഡിലീറ്റ് ആയി. യെസ്, ഈ ഒരു ഇനി സപ്പോർട്ട് സോൺ ഇതാണ് 23,930. ഓക്കെ, കാരണം ഇവിടുന്ന് 15 ടൈം ഫ്രെയിം നല്ലൊരു ഹ്യൂജ് ക്യാൻഡിൽ ഉണ്ട്, ഹ്യൂജ് ക്യാൻഡിൽ ആൻഡ് ദെൻ വീണ്ടും അഗൈൻ ഒരു റെലിയാണ് വന്നേക്കുന്നത്. ഓക്കെ, സോ ഇനി പിന്നെ ഇത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏതാ വരുന്നത്? ഓക്കെ, നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇനി 24,400 ആണ്. നല്ലൊരു റെസിസ്റ്റൻസ് ഇവിടെ കാണുന്നു എനിക്ക്, കണ്ട നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ ഇവിടെ വരെയൊക്കെ പോകാം, 24,600 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും പ്രൈസിൽ. ഇതിൻ്റെ ഡെയിലി റെസിസ്റ്റൻസ്, ചെറിയ റെസിസ്റ്റൻസ് വരുന്നത് 249, 250 അവർ സോണാണ് ചെറിയൊരു റെസിസ്റ്റൻസ് ഇവിടെ വരുന്നുണ്ട്. 265. ഓക്കെ, അപ്പോൾ അതിൻ്റെ നിയറാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് ഉള്ളത്. ഓക്കെ, സോ മേ ബി മുകളിലെ ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് താഴേക്ക് ഒരു സപ്പോർട്ട് ഇവിടെ നിന്ന് എടുക്കുന്നു. ആ സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും വീണ്ടും മുകളിലേക്ക് ഒരു ബൈ ജനറേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇനി നെക്സ്റ്റ് നമ്മുടെ സപ്പോർട്ട് സപ്പോർട്ട് വന്നിരിക്കുന്നത് ഇവിടെയാണ് 23,730, 730.50 ആണ്. കൺസൾട്ടേഷൻ ഇവിടെ കൺസൾട്ടേഷൻ എന്തായാലും ഇവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ട് വീണ്ടും വന്നിരിക്കുന്നത് റെഡി. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് സപ്പോർട്ട്. ഈ സപ്പോർട്ട് ഇവിടേക്ക് ചേഞ്ചായി, ബാക്കി സപ്പോർട്ട് കാര്യങ്ങൾ കറക്റ്റാണ്, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. സോ മോസ്റ്റ്ലി നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും പ്രൈസ് അവിടെ നിന്ന് തന്നെ അടിച്ച് കയറാനുള്ള ചാൻസസ് കുറവായിരിക്കും, ഇല്ല എന്ന് പറയാനില്ല. ബട്ട് യെസ്, അവിടെ പോയാലും അവിടുത്തെ വീണ്ടും റീട്രേസ്മെൻറ്റ് താഴേക്ക് വരും, ദെൻ വീണ്ടും ഒരു ബൈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് സ്ട്രക്ചർ, ഓവറോൾ സ്ട്രക്ചർ ഞാൻ ലാസ്റ്റ് വീഡിയോ തന്നെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രൈസ് എവിടെ വരെ പോകാനുള്ളതാണ്. ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ ലാസ്റ്റ് വീക്കിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഈ ഒരു ചാനലിലാണ് നിഫ്റ്റി ഉള്ളത്, കണ്ട. സോ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് നിഫ്റ്റി ഇതൊക്കെ സസ്റ്റെയിൻ ആയി കഴിയുമ്പോൾ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. 24,600 ഓർ 600 സംതിങ് ആ ഒരു ഏരിയയിൽ. അവിടെ നിന്ന് വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ താഴേക്ക് വരേണ്ടതാണ് നോർമൽ കേസസിൽ. ഓക്കെ, കാരണം താഴത്തെ ടാർഗറ്റ് സ്റ്റിൽ ഉണ്ട്. ബട്ട് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടുവാണെങ്കിൽ ഈ ചാനലിൻ്റെ ഇവിടെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ മേ ബി റോങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നമ്മൾ കാൽക്കുലേഷൻ മാറും. ഓക്കെ, ബട്ട് 24,800 ഈ ഒരു റേഞ്ച് അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങി. ദാറ്റ് മീൻസ് നമ്മുടെ കാൽക്കുലേഷൻ പിന്നെ ചേഞ്ച് ആയി. ദാറ്റ് മീൻസ് ഓവറോൾ സ്ട്രക്ചർ ബുള്ളിഷിലേക്ക് മാറും. ഓക്കെ, ബട്ട് അതുവരെ നമ്മുടെ കാൽക്കുലേഷൻ എന്താണ്, പ്രൈസ് ഇവിടെ വരെ പോയിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് ഈ മുകളിലത്തെ ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, റെസിസ്റ്റൻസ് വീണ്ടും താഴേക്ക് വരേണ്ടതാണ്. ഓക്കെ, വീണ്ടും താഴേക്ക് ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, അത് നമ്മുടെ കാൽക്കുലേഷൻ ഇവിടെ നിന്നാണ് കാൽക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 1, 2, 3, 4 ആൻഡ് ദെൻ 5 വീണ്ടും താഴേക്ക് വരേണ്ടതാണ്. ആ കാൽക്കുലേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണണം. ലാസ്റ്റ് വീഡിയോയിലാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കുന്ന മുന്നേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ ഈ ട്രെൻഡ് ലൈൻ ഷെയർ ചെയ്തായിരുന്നു, കണ്ടോ ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. അതാണ് നല്ല ഒരു ബ്രേക്ക് ഔട്ടാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദെൻ കറക്റ്റ് അവിടെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ക്ലോസിങ്, ഈ ഒരു കൺസൾട്ടേഷൻ, ഈ ഒരു പോർഷൻ. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ താഴേന്ന് ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ താഴെ നിന്ന് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇത് 1 ആണ്. ഫുൾ ലീഡിങ് ഡയഗണലാണ് ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, 1 ആണ്. സെക്കൻഡ് ഇനി താഴേക്ക് വരാനുള്ളത് ഇത് കണ്ടോ, ലീഡിങ് ഡയഗണലാണ് ഇതിനകത്ത് കാണുന്നുണ്ട് നമുക്ക്. സോ യെസ്, ഓക്കെ. സോ ഇനി പ്രൈസ് ഇവിടെ വന്നിട്ട് ഇന്നത്തെ ബ്രേക്ക് ഡൗൺ തഴിയാണെങ്കിൽ താഴേക്ക് ഇവിടെ വരെ വരുന്നു, അതാണ് നോക്കാനുള്ളത് നമുക്ക്. സപ്പോർട്ട് ഇതായി ബാങ്ക് നിഫ്റ്റിയുടെ. സോ ബാങ്ക് നിഫ്റ്റിയിൽ അത് തന്നെ ചാൻസസ് ഉണ്ട്. പ്രൈസ് മുകളിലേക്ക് പോയാൽ ഈ ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ തരികയാണെങ്കിൽ ദെൻ അത് കഴിഞ്ഞിട്ടാണ് താഴേക്ക് വരുള്ളൂ. ഓക്കെ, എന്നിട്ടാണ് പ്രൈസ് താഴേക്ക് വരുള്ളൂ. താഴെ വന്നിട്ട് എവിടെ വരെ സപ്പോർട്ട് എടുക്കുന്നു, താഴേക്ക് വരുമ്പോൾ 1, 2, 3 ആയിട്ടാണ് താഴേക്ക് വരുള്ളൂ കേട്ടോ. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഫുൾ എക്സ്പ്ലനേഷൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ ഫുൾ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ എല്ലാം ഇനി അപ്കമിങ് ഡേയ്സിൽ തരുള്ളൂ കേട്ടോ.
സോ അത് മറക്കണ്ട. പ്രൈസ് താഴേക്ക് ഒരു 15 മിനിറ്റ് സ്റ്റാർട്ടാണ്. സോ പ്രൈസ് റെഡി ക്യാൻഡിൽസ് ഉണ്ടാക്കി താഴേക്ക് വരുവാണെങ്കിൽ ദെൻ വീണ്ടും ഒരു പുൾ ബാക്ക് തരും 15 മിനിറ്റ്സ് ക്യാൻഡിൽ ആൻഡ് ദെൻ വീണ്ടും താഴേക്ക് വരും. അങ്ങനെയാണ് 3 മൂവ്സിനാണ് താഴേക്ക് വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കണം. ഇപ്പോൾ അപ്കമിങ് ഫസ്റ്റ് വേവിൻ്റെ ഫസ്റ്റ് മൂവ്സ് ഞാൻ എങ്ങനെ പറഞ്ഞിരിക്കുന്നത് 5 മൂവ്സ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെയാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. സോ ആ മൂവ്സ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് 1, 2 and 3 ആണ്. ഇനി 4, 5 ഒരു ഇനി മൂവ്സ് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഡൗൺ, ഈ ബ്ലൂ താഴത്തേക്ക് ഈ ബ്ലൂ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ബ്രേക്ക് ഡൗൺ പ്ലസ് അതിൻ്റെ താഴെ പ്രൈസ് സസ്റ്റെയിൻ ആവണം. എന്നിട്ടാണ് നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ. ഈ ഫസ്റ്റ് വേവിൻ്റെ ഇത് മൂവ് കഴിഞ്ഞു ആൻഡ് ദെൻ പ്രൈസ് കുറച്ചുകൂടി താഴേക്ക് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഫിബൊനാച്ചി എടുക്കുക. ഓക്കെ, ഫ്രം ഡൗൺ ടു ടോപ്പ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ടോപ്പ് ഏതാണ്? ഈ സമയത്ത് ടോപ്പ് ഇതിൻ്റെ ഇത്രയാണ്. സോ പ്രൈസ് താഴേക്ക് വരുമ്പോൾ ഇവിടെ വരെ വരാൻ 61.80% ആ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. മാക്സ് ടു മാക്സ് ഈ 81.00% ഇവിടെ വരെ. ഇൻ കേസ് നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പിന്നെ ഫിബൊനാച്ചിയുടെ ഈ ലെവൽ മുകളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ. ഓക്കെ, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബാങ്ക് നിഫ്റ്റി എല്ലാം ഞാൻ എല്ലാ ലെവൽസ് നിങ്ങളുടെ കൂടെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ കറക്റ്റ് ലെവൽസ് ആണെങ്കിൽ എല്ലാം പെർഫെക്റ്റ്ലി വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ക്രൂഡ് ഓയിൽ അനാലിസിസ് കിടക്കാം. ക്രൂഡ് ഓയിലിൽ ഫ്രഷ് അനാലിസിസ് ആണ്. കുറേ നാളായി ഞാൻ ആക്ച്വലി ക്രൂഡ് അനാലിസിസ് ഷെയർ ചെയ്യുന്നില്ല. ഫസ്റ്റ് 1 hour ടൈം ഫ്രെയിമിൽ നോക്കാം. ക്രൂഡ് ഓയിലിൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇത് പണ്ടേ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, ആ ഒരു ട്രെൻഡ് ലൈൻ താഴത്തെ ഈ സോണാണ്. ഓക്കെ, സോ അവിടെ നിന്ന് കറക്റ്റ് സപ്പോർട്ട് എടുക്കുന്നു ക്രൂഡ് ആൻഡ് ദെൻ വീണ്ടും ബ്രേക്ക് ഔട്ട് സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ക്രൂഡ് ഓയിൽ. ഓക്കെ, ഇനി 1 hour ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ 1 hour ചാർട്ടിൽ ക്രൂഡ് ബുള്ളിഷാണ്, വീക്ക്നെസ് ഒന്നുമില്ല. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ക്രൂഡ് ഓയിലിൽ ഇത് ഇവിടുന്ന് വരുന്നു കേട്ടോ, ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ. ദെൻ ഐ തിങ്ക് ഈ ചാനൽ ഉണ്ടായിരുന്നു, ആ ഒരു ചാനലിൻ്റെ ഇത് ഈ ഒരു എക്സ്റ്റൻഷനിലാണ് അതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ചാനൽ. സോ സ്മോൾ ടൈം ഫ്രെയിമിൽ പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ വേവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് 1, 2 and 3 എക്സ്റ്റൻഷനിലേക്കാണ് ഫുള്ള് അതിൻ്റെ ബ്രേക്ക് ഔട്ടാണ് ഇപ്പോൾ അയക്കുന്നത്. ഓക്കെ, സോ പ്രൈസ് ബ്രേക്ക് ഔട്ടായി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ സപ്പോർട്ട് വരുന്നത് ഇതായിരിക്കുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ മുകളിലെ റെസിസ്റ്റൻസ് ഞാൻ നേരത്തെ തന്നെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ ആക്ച്വലി ചില ദിവസം മാത്രമേ വോല്യൂം ഉണ്ടാവുള്ളൂ, ചില ദിവസം വോല്യൂം ഉണ്ടാവില്ല. അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, 61,165 ആൻഡ് ബാക്കിൽ ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ഫ്രഷ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കിൽ ഇതാണ് ഫ്രഷ് റെസിസ്റ്റൻസ് വരുന്നത് ക്രൂഡ് ഓയിലിൽ കേട്ടോ. സോ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ്. സ്ട്രക്ചർ ബുള്ളിഷ്നെസ് ഉണ്ട്, വീക്ക്നെസ് ഒന്നും ഇല്ല ക്രൂഡ് ഓയിലിൽ കേട്ടോ, അത് മറക്കണ്ട. പിന്നെ അതുകൂടി ഇതിൻ്റെ അബവ് ഒരു ഗ്യാപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്, ഇത് കണ്ടോ. ഓക്കെ, 15 മിനിറ്റ്സിൽ ക്രൂഡ് ഓയിൽ റെസിസ്റ്റൻസ് വേറെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. 1 hour തന്നെയാണ് മെയിനായിട്ട് റെസിസ്റ്റൻസ് കാണുന്നുള്ളൂ. ഓക്കെ, 6,285 വരെ പ്രൈസ് സ്റ്റിൽ പോകാനുള്ള ചാൻസസ് ഉണ്ട്. സ്ലോലി മൂവ് ആയിരിക്കുള്ളൂ, കാരണം തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണ്. സ്മോളസ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ്, നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ് കേട്ടോ. സോ കാരണം ഇവിടെ നിന്ന് ഒരു നല്ലൊരു സെല്ലിംഗ് ജനറേറ്റ് ആയിരുന്നു കണ്ടോ. സോ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു വീണ്ടും. ഓക്കെ, കറക്റ്റ് ആ റെസിസ്റ്റൻസ് കണ്ടോ, ഇവിടെ കറക്റ്റ് റെസിസ്റ്റൻസിലാണ് ഇപ്പോൾ സ്പോട്ട് കണ്ടോ, കറക്റ്റ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ അപ്പോൾ പ്രൈസ് പോയാൽ ദെൻ സ്ലോലി മുകളിലേക്ക് പോകുള്ളൂ. തേർഡ് വേവ് എക്സ്റ്റൻഷനിലാണ്, സോ സ്ലോലി മൂവ് ആയിരിക്കുള്ളൂ, ബ്രേക്ക് ഔട്ട് ആവത്തില്ല. ഓക്കെ, സോ അത് ശ്രദ്ധിക്കാനുള്ളതാണ്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിൽ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.